ഹായ് സുഹൃത്തുക്കളെ, ഞാനൊരു പാള എടുത്തിട്ടുണ്ട്. ഈ പാള വെച്ചൊരു സൂത്രം ഒപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. ഈ പാളയുടെ സൈഡ് ഒന്ന് അറുത്ത് കളയട്ടെ. രാവിലെ വെറുതെ ഇരുന്നപ്പം ബോറടി തോന്നി. അങ്ങനെ ആ ബോറടിച്ചതിൻ്റെ പേരിൽ മകൻ്റോട് പറഞ്ഞ് ഒരു പാള എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അവനൊരു പാള കൊണ്ടുവന്ന് ഇതിൽ പിന്നെ എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കാമെന്ന് വിചാരിച്ച് പാളയുടെ സൈഡ് ഒന്ന് അറുത്ത് കളയട്ടെ. ഓക്കെ, പാളയുടെ സൈഡ് അറുത്ത് ഇനി ഈ സൈഡും കൂടെ ഒന്ന് കുറച്ച് അറുത്ത് കളയാം. ഓക്കെ, ഇനി ഇതാ കണ്ടോ, ഈ പാള ഞാൻ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതിൻ്റെ മറുഭാഗം ഇതാ മടക്കുന്നു, മറുഭാഗം എടുത്തിട്ട് അതിൻ്റെ സൈഡ് മടക്കുന്നു. ഇനി ഞാൻ ഇതാ ഇങ്ങനെ മടക്കും, ഇങ്ങനെ മടക്കി ഉണ്ടല്ലോ. സൂചിയിൽ ഒരു നൂല് കൊരുത്തിട്ടിട്ടുണ്ട്. ഇനി സൂചി നൂലും ഉപയോഗിച്ചാണ് പരിപാടി. കണ്ടോ, സൈഡ് കണ്ട അകത്തോട്ട് ഇങ്ങനെ ഞാൻ മടക്കിയിട്ടുണ്ട്. ഉപ്പത്തിന് ചേർത്ത് വെച്ച് ഇനി ഒന്ന് തയ്ക്കാം. ഒന്ന് തച്ച് ഈ സൈഡ് ഒന്ന് തച്ച് ഞാൻ ഇപ്പോൾ പകുതിയായിട്ടുണ്ട്. സൈഡ് തച്ച് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ പാള കൊണ്ട് സൂത്രം ഒപ്പിക്കുന്നത്. നോക്കാം ഞാൻ വിചാരിച്ച കാര്യം നടക്കോ ഇല്ല എന്നുള്ളത്. ഒരു വിധമെങ്കിലും ശരിയാവുമെന്ന് നോക്കാം. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ. തച്ച് പകുതികളായിട്ടുണ്ടേ. പാളയ്ക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ടേ സൂചി ചെറുതാണ്, പെട്ടെന്ന് തയ്ക്കാൻ നോക്കില്ല. എങ്കിലും ഞാൻ ഈ സൈഡൊന്ന് തച്ച് തീർത്തിട്ടുണ്ടേ. അതുമല്ല, കട്ടിയുള്ള പാളയ്ക്ക് ചെറിയ സൂചി തന്നെ വേണം. ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, അങ്ങനെ ചെറിയ സൂചി കൊണ്ട് തയ്ക്കണം, എങ്കിലേ ഈ നൂല് ഇറുകി നിൽക്കുകയുള്ളൂ. ഓക്കെ, ഈ സൈഡൊന്ന് തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ സൈഡ്, അടുത്ത സൈഡാണ് ഞാൻ വീണ്ടും തയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതും ഇതുപോലെ അകത്തോട്ട് മടക്കി വെച്ചിട്ടുണ്ടേ. സൈഡൊന്ന് തയ്ച്ച് ക്ലിയർ ആക്കണം. ഓക്കെ, ഇങ്ങനെ ഞാൻ ഈ സൈഡാണ് കണ്ട മടക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി അകത്തോട്ട് കയറ്റിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്രാവശ്യം ചെയ്തപോലെ തന്നെയാണ്. ഇപ്പം കണ്ട ഒരുവിധം ക്ലിയർ ആയല്ലേ, ഉണ്ടോ? അങ്ങനെ തച്ച് മൊത്തം തീർക്കും. തച്ചൊന്ന് ക്ലിയർ ആക്കട്ടെ. പാളയ്ക്ക് കട്ടിയുള്ളത് കൊണ്ട് സൂചി കയറാനും ബുദ്ധിമുട്ടുണ്ട്. ഞാനിങ്ങനെ തച്ച് ഈ വീഡിയോ ഇടുന്നത് കൊണ്ട്, വെറുതെ ഇരുന്നപ്പോൾ ബോറടി മാറാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഞാനിങ്ങനെ തച്ച് ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് കുറച്ച് പൊങ്കാലയൊക്കെ ഇടും, അതൊന്നും സാരമില്ല. പിന്നെ തെറിവിളി ആവശ്യത്തിലേറെ ആയിരിക്കും. പിന്നെ എൻ്റെ സമയം പോകാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. എന്തായാലും മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ചെയ്യാമെന്ന് കരുതി. നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ ചെയ്ത് ഇത്രയായപ്പോൾ ആരെങ്കിലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സങ്കല്പം വന്നിട്ടുണ്ടോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്? ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, പെട്ടെന്ന് ചിന്തിച്ചും കാണും. എന്തായാലും ഞാനിത് ആദ്യമായിട്ട് ചെയ്യണേണ്, ഒന്ന് ചെയ്ത് നോക്കണേണ്. ശരിയാവുമെങ്കിൽ ശരിയാവും. ഒരുവിധമെങ്കിലും ക്ലിയർ ആക്കാൻ നോക്കാം. ഈ സൈഡ് ഒന്ന് പകുതിയിലെത്തിയിട്ടുണ്ട്, പകുതി കഴിഞ്ഞ് തച്ച് ഇതാ തീർന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡും തച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്? ഇനി ഇങ്ങനെ ഈ സൈഡൊന്ന് അറുത്ത്
ഉണ്ടോ? രണ്ട് സൈഡും അറുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, മടക്കി ഒരുവിധം ക്ലിയർ ആയല്ലേ. ആദ്യമാണ് ചെയ്യണത്. അതുമല്ല ഈ പാളയ്ക്ക് ചെറിയ വളന്തലൊക്കെ ഉണ്ട് കേട്ടോ, വളവും തിരുവൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. ഇതുണ്ട ഇങ്ങനെ വെച്ചിട്ട്, ഇത് ബട്ടൺസാണ്, ഷർട്ടിൻ്റെ ബട്ടൺസ്. ഇതിനെ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് തയ്ക്കാനാണ് പ്ലാന്. നോക്കാം, അങ്ങനെ ശരിയായില്ലെങ്കിൽ അടുത്ത രീതിയിൽ. ഇപ്പോൾ ഇങ്ങനെ ഒരു തുണ്ട് കഷ്ണം വെച്ച്, എന്നിട്ട് ആ ബട്ടൺസിനെ ഞാൻ എന്ത് ചെയ്തെന്ന് നോക്കേ. മുകളത്ത് കണ്ട, മുകൾ ഭാഗത്ത് ബട്ടൺസ് വെച്ച് ഇനി ഇതിനെ പിടിച്ച് ഞാൻ ബട്ടൺസിലേക്ക് ഒന്ന് ഇടുകയാണ്. ഓക്കെ ഓക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ, ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി സൈഡിൽ വള്ളി കൊടുക്കണമല്ല തോളിലേക്ക് ഇടാനായിട്ട്, അല്ലെങ്കിലും വള്ളി വേണമല്ലോ. അതിൻ്റെ ഒരു സൈഡ് ഞാൻ തയ്ക്കുകയാണേ. ഒരുവിധം ശരിയായി വരുന്നെന്ന് തോന്നുന്നു, ചെറുതായിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ, ഉണ്ട്, ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട്. എന്തരാണാവോ. ആ സൈഡ് തയ്ച്ച് അപ്പുറ സൈഡും തയ്ച്ച് എല്ലാം ക്ലിയറാക്കി ഇത്താ തോളിലോട്ട് ഞാൻ നേര് ചെയ്യുന്ന കണ്ട. ഞാൻ പോകണ ബാഗും തൂക്കി കണ്ട. ആ ബാഗ് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന്. ഓക്കെ.